വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് VS അച്യുതാനന്ദനെ കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. VS അച്യുതാനന്ദൻ ജനിച്ചത് 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലാണ്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് VS അച്യുതാനന്ദൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം 2025 ജൂലൈ 21 VS അച്യുതാനന്ദൻ്റെ പൂർണ്ണനാമം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് VS അച്യുതാനന്ദൻ്റെ പൂർണ്ണമായ നാമം. അദ്ദേഹം 1967 ആദ്യമായി നിയമസഭയിൽ അംഗമായി. അപ്പോൾ ആദ്യമായി VS അച്യുതാനന്ദൻ നിയമസഭയിൽ അംഗമാകുന്നത് 1967. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവ് 1992 മുതൽ 1996 വരെയും 2002 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയുമാണ് പ്രതിപക്ഷ നേതാവായിരുന്നത് VS അച്യുതാനന്ദൻ. ഇനി കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രതിപക്ഷ നേതാവും VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയത് ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവ് 1992 മുതൽ 96 വരെയും 2002 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയായിരുന്നു. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ഇനി അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് 2006 മുതൽ 2011 വരെയാണ്. 2006 മുതൽ 2011 കാലയളവിൽ കേരള മുഖ്യമന്ത്രിയായിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. കേരളത്തിൻ്റെ 20ാമത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകുന്ന 11ാമത്തെ വ്യക്തിയുമായിരുന്നു VS അച്യുതാനന്ദൻ. കേരളത്തിൻ്റെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയും VS അച്യുതാനന്ദനുണ്ട്. ഇനി 2006 കേരള പിറവിയുടെ 50ാമത് വാർഷികം ആചരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. 2006 കേരള പിറവിയുടെ 50ാമത് വാർഷികം ആചരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. ഇനി രാജ്ഭവന് പുറത്ത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയും VS അച്യുതാനന്ദനാണ്. ഇനി 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ VS അച്യുതാനന്ദനായിരുന്നു. 4ാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് VS അച്യുതാനന്ദൻ. അതായത് കാലയളവ് 2016 മുതൽ 2021 വരെയാണ്. അപ്പോൾ 2006 കേരള പിറവിയുടെ 50ാമത് വാർഷികം ആചരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി, രാജ്ഭവന് പുറത്ത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി, കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ, കാലയളവ് 2016 മുതൽ 2021 വരെ നാലാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു VS അച്യുതാനന്ദൻ. അടുത്തത് VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. സമരം തന്നെ ജീവിതം എന്നത് VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു രചനകൾ സമരത്തിന് ഇടവേളകളില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, ഇടപെടലുകൾക്ക് അവസാനമില്ല, പരിസ്ഥിതിയും വികസനവും, കേരള വികസന സങ്കല്പങ്ങൾ തുടങ്ങിയവയാണ് VS അച്യുതാനന്ദൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. അപ്പോൾ ആത്മകഥ, സമരം തന്നെ ജീവിതം, രചനകൾ സമരത്തിന് ഇടവേളകളില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, ഇടപെടലുകൾക്ക് അവസാനമില്ല, പരിസ്ഥിതിയും വികസനവും, കേരള വികസന സങ്കല്പങ്ങൾ തുടങ്ങിയവയാണ്. അടുത്തത് VS അച്യുതാനന്ദൻ്റെ ജീവിതം ആസ്പദമാക്കി KV സുധാകരൻ എഴുതിയ പുസ്തകമാണ് ഒരു സമരനൂറ്റാണ്ട്. ഒരു സമരനൂറ്റാണ്ട് എന്ന പുസ്തകം VS അച്യുതാനന്ദൻ്റെ ജീവിതം ആസ്പദമാക്കി KV സുധാകരൻ എഴുതിയ പുസ്തകമാണ്. അടുത്തത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഒരു പൂവിന് ഇദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുതിയിനം കാശിത്തുമ്പയ്ക്ക് VS അച്യുതാനന്ദനോടുള്ള ബഹുമാനാർത്ഥം ഇംബേഷ്യസ് അച്യുതാനന്ദിനി എന്ന പേര് നൽകി. അപ്പോൾ കാശിത്തുമ്പയ്ക്ക് ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഇംബേഷ്യസ് അച്യുതാനന്ദിനി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. VS അച്യുതാനന്ദനെക്കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്